ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ വീട്ടിൽ ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഇൻഫെക്ഷനായിട്ടുള്ള താരനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ തലയിൽ നല്ല ഈ മഞ്ഞ് പോലെയൊക്കെ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള സ്കിൻ വരും. തലയിലെല്ലാം ഇങ്ങനെ വെറുതെ എന്താ പറയുക, ചൊറിച്ചിലൊന്നും കാണത്തില്ല, പക്ഷേ ഇങ്ങനെ തലയിലെ സ്കിൻ ഇങ്ങനെ ഇളകി വരുന്നത് പോലെ ഒരു ഡ്രൈ സ്കാൽപ്പായിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ളതും രണ്ട് രീതിയിലുള്ള താരനും മാറാനായിട്ട് ഇത് വളരെയധികം സഹായം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇപ്പം ഒരുപാട് ഷാമ്പൂസും അല്ലാത്ത വേറെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ആകെ ഒറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മതി. ഉലുവയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് നിങ്ങൾ സോക്ക് ചെയ്യാനിടുക. മിനിമം ഒരു 8-10 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉലുവ വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ച് നല്ല പേസ്റ്റ് പോലെ കിട്ടണം. ഇനി ഇത് നമ്മൾ ചെയ്യാനുള്ളത് തലയിൽ തേക്കാനാണ്. അപ്പോൾ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് തല നന്നായിട്ടൊന്ന് എണ്ണയിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് നല്ല തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് നേരം മസാജ് ചെയ്യണമെന്നല്ല, തലയോട്ടിയിൽ പ്രത്യേകിച്ചും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഓയിൽ ചെയ്യാൻ ഇങ്ങനെ ഇതിന് മുമ്പായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുത്ത ഉലുവയില്ലേ, അതിലേക്ക് കുറച്ച് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് തേച്ചാലും മതിയായിരിക്കും. പക്ഷേ ആദ്യം ഓയിലൊന്ന് തേച്ച് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഇതിന് ശേഷം ഉലുവ നല്ലതുപോലെ അരച്ചെടുത്ത ഉലുവയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് തലയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അത് നമ്മളുടെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ വരത്തക്ക രീതിയിൽ നന്നായിട്ടത് തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താടിയിലോ മീശയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും തേച്ച് കൊടുക്കാവുന്നതാണ്. അതേപോലെ പെരികത്തിൽ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഈ താരന് ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പെരികത്തിലേക്ക് വരാം. പിന്നെ ആൺകുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ താടി മീശയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ താടിയിലോ മീശയിലോ അല്ലെങ്കിൽ പെരികത്തിലോ ഒക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മിനിമം അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇത് നിങ്ങൾ എന്താ പറയുക, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നു എന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്